വെറും 1000 രൂപ ചെലവാക്കി 31 സെന്റ് സ്ഥലവും 2200 സ്ക്വയർ ഫീറ്റ് സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു വീടും നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എൻ്റെ പേര് ആഷിഖ് ബാബു. ഞാൻ മലപ്പുറം ജില്ലയിലെ താനൂർ മുനിസിപ്പാലിറ്റി പനങ്ങാട്ടൂർ 11ാം വാർഡിലാണ് എൻ്റെ സ്ഥലം. കഴിഞ്ഞ 2.5 വർഷമായി സാധാരണ രീതിയിലുള്ള ഒരു സെയിൽസിലൂടെ ഇത് വിൽക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രാദേശികമായിട്ടുള്ള പല മുടക്കലുകളും കാരണം എനിക്കത് വിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഞാനിതൊരു ടോക്കൺ സിസ്റ്റത്തിലൂടെ വിൽക്കുക എന്ന ഈ ഒരു രീതിയിലേക്ക് വന്നത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് 1000 രൂപയാണ് ഒരു ടോക്കണിൻ്റെ വില. നിങ്ങൾക്ക് 1000 രൂപ കൊടുത്ത് എൻ്റെ അടുത്ത് നിന്ന് ഒരു ടോക്കൺ വാങ്ങിച്ചാൽ നിങ്ങൾ ഇതിലേക്ക് ഒരു പാർട്ടിസിപ്പൻ്റ് ആയി. അങ്ങനെ മൊത്തം 6000 കൂപ്പണുകളാണ് ഇതിൽ ഉണ്ടാവുക. ഒരാൾക്ക് എത്ര കൂപ്പൺ വേണമെന്നുണ്ടെങ്കിലും പർച്ചേസ് ചെയ്യാം. നിങ്ങൾ ഈ കൂപ്പൺ ഗൂഗിൾ പേ അല്ലെങ്കിൽ ക്യാഷ് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടോ നിങ്ങൾക്കൊരു കൂപ്പൺ വാങ്ങിക്കാം. കൂപ്പണിന്റെ ഒരു ഭാഗം നമ്മളൊരു ബോക്സിൽ ഡ്രോപ്പ് ചെയ്യും, ഒരു ഭാഗം നിങ്ങളുടെ ഭാഗത്തുണ്ടാവും. ജൂൺ 30-നാണ് നറുക്കെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജൂൺ 30-ന് നമ്മൾ പൊതുജനങ്ങളുടെ സാന്നിധ്യത്തിൽ വളരെ സുതാര്യമായ രീതിയിലായിരിക്കും ഈ നറുക്കെടുപ്പ് നടത്തുന്നത്. താനൂർ മുനിസിപ്പാലിറ്റിയിലെ പനങ്ങാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് പ്രോപ്പർട്ടി ഉള്ളത്. താനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം വരുന്നത് 2 കിലോമീറ്റർ ആണ്. താനൂർ തെയ്യാല റോട്ടിൽ നിന്ന് 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് പ്ലോട്ട് കിടക്കുന്നത്. റോഡിൽ നിന്ന് പ്ലോട്ടിലേക്ക് 10 അടി വഴി സൗകര്യമുണ്ട്. വീട് 2200 സ്ക്വയർ ഫീറ്റിന്റെ സ്ട്രക്ചർ കഴിഞ്ഞിട്ടുള്ള വീടാണ്. 4 ബെഡ്റൂമുകളാണ് വീടിനുള്ളത്. 4 ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. കൂടാതെ പ്രോപ്പർട്ടിയിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു കിണറുണ്ട്. എല്ലാ സമയത്തും വെള്ളം ലഭിക്കുന്ന കിണറാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വരും, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു സ്ഥലം ഡയറക്റ്റ്, അതായത് നമ്മുടെ സാധാരണ രീതിയിൽ വിറ്റ് പോവാത്തത് എന്നൊരു ചോദ്യം പലർക്കും ഉണ്ടാവാം. അതിനുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞു, പ്രാദേശികമായിട്ടുള്ള മുടക്കലുകളാണ് ഇതിനുള്ള കാരണം. സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്ന ഒരാൾ അയാളുടെ പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ അതിൽ നിന്ന് നമ്മളുടെ ചുറ്റുവട്ടങ്ങളിൽ നിന്നും മറ്റ് ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. പലരും ഈ ഒരു പ്രോപ്പർട്ടിയുടെ വില വളരെ കുറച്ചേ കാണുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി ലോക്കായി കിടക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെ നമ്മൾ വിൽക്കും എന്ന് ഇവർക്ക് 100% അറിയാം. അപ്പോൾ വാങ്ങാൻ വരുന്ന ആളുകളും അത് വളരെ കുറഞ്ഞ ഒരു വിലയാണ് അതിന് കാണുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് വന്നത്. മറ്റൊരു കാരണം, ഇത് ലോണുള്ള ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ നമുക്കിതൊരു കുറഞ്ഞ വിലക്ക് കൊടുത്ത് ബാങ്കിലെ ബാലൻസ് വരുന്ന ക്യാഷ് നമുക്ക് എടുത്തു കൊടുക്കാൻ നമുക്കൊരു സോഴ്സ് ഇല്ല. അപ്പോൾ ഇത് എങ്ങനെ ആയാലും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ മാർക്കറ്റ് വാല്യൂ കിട്ടിയാൽ തന്നെ നമുക്കത് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലൂടെ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുക എന്ന് മാത്രമാണുള്ളത്. ഈ ശ്രമം വിജയിക്കാനും വിജയിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. മാക്സിമം നമ്മളത് വിജയിപ്പിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. അതിന് നിങ്ങളുടെ ഒരു സഹകരണം കൂടി ഉണ്ടെങ്കിലേ എനിക്ക് ഈ പദ്ധതിയുമായിട്ട് മുമ്പോട്ട് പോയിട്ട് ഇത് വളരെ മനോഹരമായിട്ട് ഈ ഒരു നറുക്കെടുപ്പ് നടത്തി ആ നറുക്കെടുപ്പിലെ വിജയിക്ക് ഈ സ്ഥലം നമുക്ക് കൈമാറാൻ പറ്റുകയുള്ളൂ. ഈ ഒരു കാര്യം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും ഒക്കെ എൻ്റെ ഫ്രണ്ട് സർക്കിളിലേക്കും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിലേക്കും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ അവരുടെ സർക്കിളുകളിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഇതിൻ്റെ പിന്നാലെ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ ഒന്നാണ്, ഇത് 100% വിജയിക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ് പലരും ചോദിച്ചത്. അത് നമുക്ക് കറക്റ്റായിട്ട് വിജയിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ മാക്സിമം ഇത് വിജയിപ്പിക്കാനേ ശ്രമിക്കുകയുള്ളൂ. കാരണം ഇതിൽ ജനങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആളുകൾ ഈ ഒരു ടോക്കൺ എടുത്ത് നമ്മളുടെ ഈ ഒരു പ്ലോട്ടിൻ്റെ വാല്യൂക്ക് അനുസരിച്ചിട്ടുള്ള വിലക്ക് ഇതിൻ്റെ ടോക്കണുകൾ സെയിലായാൽ മാത്രമേ നമുക്കിത് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ചോദ്യം വരും, ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ ഈ ഒരു നറുക്കെടുപ്പ് നടന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ക്യാഷിൻ്റെ സ്ഥിതി എന്താകും എന്നുള്ളത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും എടുത്ത ടോക്കണിൻ്റെ ക്യാഷ് 1 രൂപ പോലും കുറയാതെ ഞാൻ നിങ്ങളിലേക്ക് തന്നെ തിരിച്ച് ഏൽപ്പിക്കുന്നതാണ്. അത് നിങ്ങൾ ഓരോരുത്തരും എടുത്ത ടോക്കണിൻ്റെ ഓർഡർ നമ്പർ അനുസരിച്ചിട്ടായിരിക്കും. ആദ്യം എടുത്തവർക്ക് ആദ്യം എത്തിക്കുക. എല്ലാവർക്കും കൂടെ ചിലപ്പോൾ ഒരു ദിവസം നമുക്കത് കൊടുത്ത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഏകദേശം 6000 ടോക്കണുകളാണ് നമ്മളിതിൽ വെച്ചിട്ടുള്ളത്. അതിൽ എത്രത്തോളം കൂപ്പണുകൾ നമുക്ക് വിറ്റ് പോകും എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരുപാട് കൂപ്പണുകൾ പോയി കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നാൽ ഈ ഫണ്ട് തിരിച്ചു കൊടുക്കൽ ഒരു വലിയൊരു ടാസ്ക്കാണ്.
അപ്പോൾ അത് നമ്മൾ ഒരു ദിവസത്തിൽ ഇത്ര പേർക്ക് എന്ന് വെച്ചുള്ള രീതിയിലായിരിക്കും തിരിച്ചു കൊടുക്കുക. അതല്ല, ഇങ്ങനെയൊന്നും വന്നിട്ടില്ല, ഇത് വളരെ മനോഹരമായിട്ട് നമുക്കിത് നടത്തി കൊണ്ടുപോകാൻ പറ്റിയാൽ നമ്മൾ പറഞ്ഞ ഡേറ്റിൽ തന്നെ നറുക്കെടുപ്പിലെ വിജയിക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പ്രോപ്പർട്ടി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതാണ്. ഈ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില റൂൾസുകളും ഇതിലെങ്ങനെ പങ്കെടുക്കാം, ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അടങ്ങിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അതിൻ്റെ ബയോ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരുന്നതാണ്. അതല്ലാതെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ, ഇതിൻ്റെ മേലെ ഒരു ലോൺ ഉണ്ടോ, ഇയാൾ പറയുന്നത് ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാൻ ആർക്കെങ്കിലും അങ്ങനെയും തോന്നാം. അങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക. ഇതിൻ്റെ ലൊക്കേഷന്, കാര്യങ്ങൾ, അഡ്രസ്സ് എല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഇത് കണ്ട് ബോധ്യപ്പെടുത്താവുന്നതാണ്. ഇതിൽ ഞാനും എൻ്റെ കുടുംബവും, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ അനിയന്മാർ, പെങ്ങന്മാർ എനിക്കില്ല, എൻ്റെ ഉമ്മ, ഇങ്ങനെയുള്ള വളരെ അടുത്ത ആളുകൾ മാത്രം ഇതിൽ പങ്കെടുക്കില്ല. ബാക്കി എൻ്റെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇതിൽ പങ്കെടുക്കാൻ സാധ്യതകളുണ്ട്. അതെല്ലാം അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചായിരിക്കും. 6000 ടോക്കൺ എന്ന് പറഞ്ഞാൽ വലിയ ഒരു ടാസ്ക്കാണ്. അപ്പോൾ ഇത്രയും കൂപ്പണുകൾ നമുക്ക് ചിലവാവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവരും നമ്മുടെ റിലേഷനിൽ ഉൾപ്പെട്ട ആളുകളൊക്കെ ഇതിൽ എന്നോട് സഹകരിച്ചാൽ മാത്രമേ എനിക്ക് ഈ കൂപ്പണുകൾ ഫുള്ളായിട്ട് ചിലവാക്കാൻ പറ്റുള്ളൂ. എന്നോട് അടുത്തിട്ടുള്ള ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആളുകൾ മാത്രമേ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയുള്ളൂ. നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് അപ്ഡേറ്റുകൾ കൂപ്പൺ എടുക്കുന്ന ആളുകൾക്ക് വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് വഴി ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ കൂപ്പണിൻ്റെ സെയിൽസ് എത്രത്തോളം അതിൻ്റെ ഒരു പുരോഗതിയുണ്ട്, അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ, നമ്മൾ നറുക്കെടുപ്പിൻ്റെ തീയതിയിലുണ്ടാകുന്ന ഇൻ കേസ് എന്തെങ്കിലും മാറ്റങ്ങളോ അല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ വേറെ എന്തെങ്കിലും പ്രോത്സാഹന സമ്മാനങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ കൂപ്പൺ എടുത്ത ആളുകളുമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ഒരു ബ്രോഡ്കാസ്റ്റ് വഴിയായിരിക്കും ഈ അപ്ഡേഷനുകളൊക്കെ വന്നുകൊണ്ടിരിക്കുക. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ കൂപ്പണിൽ കൊടുത്തിട്ടുള്ള ഒരു കോണ്ടാക്ട് നമ്പർ ഉണ്ട്. ആ കോണ്ടാക്ട് നമ്പർ നിങ്ങളുടെ ഫോണിൽ നിർബന്ധമായിട്ടും സേവ് ചെയ്ത് വെക്കുക. അതല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. നേരിട്ട് വന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാവുന്നതുമാണ്. അപ്പോൾ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ഓരോ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് ഞാൻ ഈ ചാനലിൽ, അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാ ഐഡിയിലും ഒക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. അതിനായിട്ട് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാ ഐഡിയും ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതിൻ്റെ അപ്ഡേഷന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കും.